അങ്ങനെ മെല്ലെ മാളു നമ്മളീ കുളത്തെ കുളിച്ചിട്ടില്ലേ ഇത് ചൊറിയണ സാധനമാണോ? അല്ലല്ല, ഇത് പട്ടയാണ്. കണ്ടോ? അവിടെ തന്നെ അതന്നെ ഇറങ്ങി. അതിലോ വീണ് പോയാലോ? കണ്ടല്ലേ ഇത് കറുവാപ്പട്ട. ഉണ്ട് പോകുമ്പോ അവൻ അൺലോക്ക് ചെയ്യാം, അതറിയോ? അതൊന്നും അറിയില്ല. ഇവൻ അതൊന്നല്ല ലാസ്റ്റ് ഇതാ സൗണ്ട് വരുന്നത്. അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അവധിയാണ്. ആടെ വല്യമ്മേന്റെ അടുത്ത് വയനാട്. നിങ്ങളെങ്ങോട്ടൊക്കെയാ? ഒരുപാട് കാലം ഓടിക്കളിച്ച് നടന്ന സ്ഥലം. അമ്മ വീട് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ പുതിയതായിട്ട് എടുത്ത വീടാണ് കേട്ടോ. പഴയ വീടിന്റെ തറയും അടുക്കള കിണറൊക്കെ കാണിക്കാം കേട്ടോ. അമ്മപ്പൂ പറിക്കണ വന്ന കായ പറിക്കണ മാവ് പിച്ചു. അല്ലല്ല, ഞാൻ ഇതെനിക്ക് അറിയില്ല. നമ്മളെ അമ്മാത്തിൻ്റെ പഴയ തറയും അടുക്കള കിണറും തൊഴുത്തും ഒക്കെയാണ്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലം. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന സ്ഥലമാണ്. മുത്തശ്ശനും മുത്തശ്ശി ഉണ്ടായിരുന്ന കാലവും ആ കാലത്തേക്കൊന്നും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള സങ്കടം. ചെറുപ്പകാലം അല്ലേ. പണ്ട് നടന്ന് കയറിയ പടിയാണ് കേട്ടോ. ഇങ്ങനെ പോയാൽ കൽപ്പടവായിരുന്നു. ചക്ക നല്ല പടവുകളാണ്. മാതളനാരങ്ങത്തിന്റെ തൈയല്ലേ? അതെ, ഇതാ നോക്ക്, അതിന്റെ പൂവാണത്. രസകരമായ ആചാരങ്ങൾ അല്ലേ വയനാട്ടിലെ. പടി എൻ്റെ അമ്മേ, വീഴാതെ എത്തണേ ഭഗവാൻ. വരിവരിയായി പോന്നോളൂ.
വരി വരിയായി വന്നോളൂ. പൊളിഞ്ഞു വീണ് ഞാൻ പിടിച്ച അന്നോണ്ട് നമുക്ക് ഇവിടെയൊക്കെ നടക്കാനേ. വരിക വരിക, നടന്നോളൂ. പൊളിക്കണ്ടായിരുന്നു, കാണാൻ ഇതായിരുന്നില്ലേ ശരിക്കും. ആ മുമ്പിലൊരു ബെഞ്ച് അതിലിരിക്കുന്നൊക്കെ പഴയ കാല ഓർമ്മ. അവിടെ ഒരു മറ്റേ ഇതില്ലേ, എന്തെന്നാ നമ്മുടെ എന്ത് തെച്ചിയാണ് ആ ഭാഗത്ത്? അശോകത്തെച്ചി. അവിടെ തോട്ടിൽ കുളിക്കുന്ന ഓർമ്മയുണ്ട്. അതെ, വെള്ളമില്ലാണ്ട് കോഴിക്കുളി. നിങ്ങൾ വണ്ടിയിലാ വന്നേ? കാറില്ല, കാറൊന്നുമില്ല. പേര് നല്ല മുത്തശ്ശന്റെ കയ്യിൽ നിന്ന് ത്രിമധുരം വാങ്ങുന്ന ഓർമ്മയില്ലേ? പൂ പറിച്ചു കൊടുത്തിട്ട് നേരിട്ട് അടിച്ചു പോയാലും നമ്മള് പൂ പറിക്കാനും ഒക്കെ വരൂടെ. അത്ര ചെറുപ്പകാലം. ഞാൻ 5 പോയി മാങ്ങ കിട്ടിക്കൊണ്ടിരുന്ന എന്ത് രസമായിരുന്നു നമുക്ക്. എന്തിന് ഇവിടെ പോകുന്ന ഓർമ്മയുണ്ടോ? മറ്റേ കഷായം വാങ്ങാൻ പൊങ്കുല എന്നിട്ട് തെക്കി തിരക്കിയിട്ട് മക്കളും അമ്മയും കൂടെ. ഓ, പൂങ്കുല ലേഹിയോ പൂങ്കുല പിന്നെന്താ കഷായോ പൊടി ഒക്കെ കൊണ്ട് വരും. അമ്മയും മക്കളും കൂടിയാണ്. ടി വി കാണാൻ പോണ ഓർമ്മയുണ്ടോ? അത് എന്ത് രസമായിരുന്നില്ല അന്നൊക്കെ. ടി വിയില് സിനിമ എന്ന് പറഞ്ഞാൽ എന്താ ജീവൻ. കാട് പിടിച്ചടക്കുന്ന വെള്ളം വീടൊരു അതിലേക്ക് നോക്ക്. ഈ തോട്ടിൽ ഞങ്ങൾ ഇവിടെയല്ല, ഈ ഭാഗത്തല്ല, അവിടെ ആയിട്ട്. പോയി ഞാൻ അടുത്തന്നാ അതന്നെ ഇതിന് വിഷുവിന് ഇടാലോ. ചെറിയ ആലായിരുന്നു പണ്ട് പ്രദർശനം വയ്ക്കുമ്പോൾ, ചെറുപ്പകാലത്തെ. പോറുണ്ട്. ഇപ്പോൾ വന്നാലും പോവാറുണ്ട്. അതെയോ? ഓ, കാലം ഇത് ഇത്രയൊന്നും വലുതല്ലേ അല്ലേ? അതേ കുഞ്ഞത്. നല്ല നിറയെ പൂവൊക്കെ ഉണ്ടായിരുന്നായിരുന്നു ശവത്തേച്ച്. മുത്തശ്ശൻ്റെ കൂടെ അമ്പലത്തേക്ക് വരും. അതേപോലെ തുളസി ഉണ്ടായ ഒക്കെ പറിച്ച് മുത്തശ്ശന് കൊടുക്കണം, പൂജയ്ക്കുള്ള പൂക്കൾ ഇല്ല എന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് ഇത് തരും, ത്രിമധുരമില്ലേ, അത് കിട്ടാൻ വേണ്ടി എല്ലാം ചെയ്ത് കൊടുക്കും. ചീത്ത പറയുമെന്നും പേടിയായിരുന്നു അല്ലേ? വയനാടൻ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഒരുപാട് കാഴ്ച. ആ, ഇവിടെ നല്ല സ്ഥലം. ഒരേ പാട്ട് അത് ഞാൻ സ്ത്രീയിലല്ലോ, എന്നിട്ട് വേണം ഞാൻ വീഴാൻ. ഇത്ര വെള്ളമുണ്ട് കേട്ടോ. ഇത്ര വെള്ളം അതുകൊണ്ട് കരയുന്നു. എന്താണ് അതന്നെ ഞാൻ ചുരുട്ട് ചുരുട്ട് നല്ലോണം ചുരുട്ട്.
ഇത് അമ്മായി കാണിച്ചു. ഇങ്ങനെ ചുരുട്ടി സാധാരണ ഇട്ടുമല്ലേ അങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയോക്കാം. വിടരുതേ, വിടാ കൈ ആവുന്നില്ല, പിടിക്കുന്നുണ്ടാവും ചിലപ്പോൾ അടിയിലേക്ക്. അയ്യോ അങ്ങനെ മെല്ലെ വിളിച്ചോ. വലിച്ചു. കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. ആ കിച്ചനുണ്ട്. ആ മാള് പഠിച്ചു. നോക്ക് ഈ എല്ലാ ഓട്ടയിൽ കൂടെയും വരുന്നത്. കണ്ണേണ്ട കാണിച്ചു കൊടുക്കണം. അന്നെ എന്തിനായിട്ട് അടിപൊളിയാണ്. കുറച്ചല്ല കുറച്ച് ഐസ് വണ്ടി നല്ല ഒച്ചയുണ്ട് കേട്ടോ. എല്ലാവർക്കും പറ്റുന്നില്ല. എല്ലാവർക്കും കുറച്ചെണ്ണം പറിച്ചോ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പറ്റില്ല. മധുരം ഉണ്ടല്ലോ, മധുരമൊക്കെ ഉണ്ട്. റെഡി കുളിച്ചിട്ടുണ്ട് ഞങ്ങള് പണ്ട്. രണ്ട് കുളിച്ച കുളം. കുനിന്റെയൊക്കെ